കുട്ടിയല്ലേ? വേദനയൊക്കെ കുറവില്ലേ? ഇത്ര പെട്ടെന്ന് ഭേദമാകുന്നു വിചാരിച്ചേയില്ല. ഇവിടെ ഇപ്പൊ ഒരാളുടെ ആവശ്യമില്ലല്ലോ, എന്തിനാ വെറുതെ ലീവാക്കുന്നത്? അല്ലെങ്കിലും പകലാ നേഴ്സായിരിക്കും ഡ്യൂട്ടിയിൽ. അവരെല്ലാ കാര്യങ്ങളും വന്ന് അന്വേഷിക്കും. നല്ല കുട്ടിയാ. ഇന്ന് പണി ഉണ്ടായിരുന്നില്ല. നാളെ മുതൽ പണിക്ക് പോകണം. നാടല്ല, അത് ഓർമ്മ വേണം. ഇതൊന്ന് കത്തി കിട്ടാൻ എന്ത് പാടാ. മോൾക്കാണെങ്കിൽ സ്കൂളിൽ പോകാനും നേരായി. ഇത്തിരി ഒന്ന് വൈകിയാൽ കടിച്ചു കീറാൻ പറ്റും ടീച്ചർ. അവർക്കിതൊന്നും അറിയണ്ടല്ലോ ഗ്യാസുള്ളപ്പോൾ. നോട്ട് കെട്ടുകളാക്കി വച്ചിരിക്കല്ലേ ഗ്യാസ് വാങ്ങാൻ. എന്റെ കൂട്ടുകാരുടെ അച്ഛനും ഗൾഫില്ല. എന്തൊക്കെ സാധനങ്ങൾ അവൾക്ക് കൊടുത്തയക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരേ ഒരു യൂണിഫോം മാത്രമേ ഉള്ളൂ. പാവം മോള്, എന്തൊക്കെ ആഗ്രഹങ്ങൾ കാണും. I give of a soft light and have many. Who am I? I am the moon. I am fired from earth. മോൾക്ക് വേണ്ടതൊക്കെ അച്ഛൻ വരുമ്പോ കൊണ്ടുവരില്ലേ? അയ്യേ, ഈ മുത്തശ്ശിക്ക് ഒന്നും അറിയില്ല. നീയും നിന്റെ അമ്മയും കൂടി അയക്കും. അമ്മേ, അച്ഛമ്മ കേട്ടിത്തന്നാൽ എന്താ മോളെ? ഈ പെണ്ണിന്റെ ഒരു കാര്യം.
അടങ്ങി നിക്ക് മോളെ. സമയമായി അമ്മേ. ഇതാ കഴിഞ്ഞു. താനീ ലോകത്തൊന്നും അല്ലടോ. ഓണം വരികയല്ലേടാ. അതെ, അതിനിപ്പോ വീട്ടിലേക്ക് ചെലവിനെന്തെങ്കിലും. ഞാൻ ഇന്നലെ കയ്യിലുണ്ടായിരുന്നതൊക്കെ ഉള്ളിപ്പെറുക്കി നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. അമ്മയും രേവതിയും മോളും ഈ ഓണത്തിന് പട്ടിണിയാവുന്നാ തോന്നുന്നത്. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കാടാ. ആഹാ, എന്തു പറ്റി? ഇന്ന് രണ്ടുപേരും നല്ല ആലോചനയിലാണല്ലോ. അത് ഒന്നുമില്ല സിസ്റ്ററെ, ഞങ്ങളിങ്ങനെ ഓരോ നാട്ടുകാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ. കണ്ട മുഴുവൻ വീടായപ്പം കത്തിക്കാനൊന്നും കിട്ടാതായി. രണ്ടീസായിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. അതൊന്നും പറയണ്ട എന്റെ ഭവാനിയെ. എടേ മോള് കൊറേ ആയി വിളിക്കുന്നു 2 ദിവസം പാർക്കാൻ. അല്ല, നിന്റെ മരുവോളെവിടെ? പറഞ്ഞു നാക്കെടുത്തില്ല. ദാണ്ട വരുന്നു നിന്റെ മരുമോള്. ആ, ഇതൊരു ലോഡുണ്ടല്ലോടി. കാശ് വന്നു കാണും. ഇത് കടം വാങ്ങിയതാ. ആ, ഞങ്ങൾക്കൊന്നും കടം തരാനും ആരുമില്ലേ. അവൾക്കത്ര പിടിച്ചിട്ടില്ല. പാവാ, വേണ്ടാത്തതൊന്നും പറയണ്ട. പെണ്ണാ, ആരാം പെണ്ണ്, ഒരു കണ്ണ് വേണം. നിങ്ങൾ ആവശ്യമില്ലാതെ. ഓ, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നിങ്ങളോട്ട് കേട്ടിട്ടുമില്ല. ഇക്കാലത്ത് നല്ലതൊന്നും പറയാനും ചെയ്യാനും പാടില്ലല്ലോ. കലികാലമെന്നല്ലാണ്ട് എന്താ പറയാ. ഇരിക്കെന്റെ നാണി.
ഈ ഒന്നും വിചാരിക്കരുത് വിനയ, നമ്മൾ ഓരോ തിരക്കിലായിരുന്നു. അതൊന്നും സാരില്ല കബീർക്ക, എനിക്കിപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ നാട്ടിൽ പോകാനുള്ള അല്ലറയില്ലറ തരികിടയിലാണ്. കിട്ടാനുള്ള പൈസ മുഴുവൻ കിട്ടിയോ? എവിടെ? മലയാളികൾക്ക് ഇനി നയാ പൈസ നമ്മൾ കൊടുക്കൂല. പൈസ ചോദിച്ചു വാങ്ങിക്കാൻ എന്തൊക്കെ സൂത്രങ്ങളാണെന്നറിയോ. തിരികെ ചോദിക്കുമ്പോഴാ ഉള്ള ലോഹ്യവും പോവും. വല്ലാത്ത പഹയന്മാര്. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അന്റെ കാര്യം എന്തായി? എപ്പോ പോകാൻ പറ്റുമെന്നാ ഡോക്ടർ പറഞ്ഞത്? അടുത്ത ആഴ്ച. പക്ഷേ ബാക്കി ചികിത്സ നാട്ടിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ആ, അത് തന്നെയാ നല്ലത്. നമ്മുടെ കൂടെ വരായിരുന്നു. അതിനിപ്പോ സുനാമീന്റെ ടിക്കറ്റ് കിട്ടൂലല്ലോ. അതിന് ലേബർ കാർഡും വിസയും. അതിനൊരു വഴിയുണ്ട്. നമുക്ക് കൈരളിക്കാരെ കണ്ടു സംസാരിക്കാം. രേവതി തൊഴിലുറപ്പ് പദ്ധതിക്ക് പേര് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നു. എന്തെങ്കിലും ഒരു വരുമാനം, പിന്നെ 2 രൂപയ്ക്ക് അരിയും കിട്ടുമല്ലോ. ഈ എന്തു പറഞ്ഞു? ഞാൻ എന്താ പറയാ? ഓള് പൊക്കോട്ടിടുവോ? അനക്കിനിയും കുറെ കാലത്തേക്ക് പണിക്കൊന്നും പോകാൻ പറ്റൂലല്ലോ. അത്രയും കാലം തിന്നിയും കുടിക്കൊക്കെ വേണ്ടേ? എന്നാലും കബീർക്ക, ഒരെന്നാലും ഇല്ല. അതൊക്കെ നമ്മൾ നാട്ടിൽ പോയി പറഞ്ഞോളാം. ഒരു കണ്ണ് വേണം. എന്തൊരു പുകിലായിരുന്നു നമ്മുടെ പ്രണയവും കല്യാണം. ആരൊക്കെ എതിർത്താലും ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ നിന്നെ മാത്രമേ കെട്ടൂ എന്നുള്ള വാശിയിലായിരുന്നു. വീം വിളക്കണ്ട. എന്റെ വീട്ടിൽ ചിലർക്കൊന്നും അത്ര പിടിച്ചിട്ടില്ല. അവരോട് പോയി പണി നോക്കാൻ പറ. എനിക്ക് നിന്നെ മതി. നിന്നമ്മ. എന്താ നിക്ക് നിക്ക്. എന്തിനിങ്ങനെ നോക്ക് നോക്ക്. ഞാൻ എടുത്തുതരാം. വേണ്ട കേട്ടോ, ഞാൻ തന്നെ വൃത്തിയായിക്കൊള്ളാം. കള്ളന്റെ ഒരു സൂത്രം കണ്ടില്ലേ? ആളിവിടെയൊന്നുമല്ലല്ലോ. എന്തു പറ്റി? ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ.
ഇതൊന്നും വേണ്ടായിരുന്നു സിസ്റ്റർ. ഈ സഹായങ്ങളൊക്കെ ഞാൻ എങ്ങനെ... അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ആ സിസ്റ്റർ രേവതിക്ക് 5000 രൂപ അയച്ചു കൊടുത്തു. ആരാ അവർക്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തത്? നീയാണല്ലേ? അത് പിന്നെ അവര് നിർബന്ധിക്കുമ്പോ... വേണ്ടായിരുന്നു. പുറത്തു നിന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം എത്ര മോശമായിട്ടാണ് നഴ്സുമാരെ കാണുന്നതല്ലേ? അവരുടെ മാഹാത്മ്യം അറിയണമെങ്കിൽ ആശുപത്രി കിടക്കയിൽ തന്നെ എത്തണം, അല്ലേടാ? ആ, ശരിയാ. മുത്തശ്ശി, ഭക്ഷണം കഴിക്കണ്ടേ? മോള് കഴിച്ചോളൂ. മുത്തശ്ശി എന്താ ഭക്ഷണം കഴിക്കാത്തെ? മുത്തശ്ശിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ. എന്താ അമ്മേ വല്ലാത്തൊരു വിഷമം പോലെ? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. അമ്മയെ ഞാൻ ഇന്നും ഇന്നലെ എല്ലോ കാണാൻ തുടങ്ങിയത്. നിങ്ങള് കഴിച്ചോളൂ. എന്താ അമ്മേ ഇങ്ങനെയൊക്കെ? അമ്മേ, ആരോ വരുന്നുണ്ട്. അറിയോ മോക്ക്? അന്റെ പേരെന്താ? ജിഷ്ണ. ആഹാ, നല്ല പേര്. ഇത് മോൾക്ക്. ക്ലാസ്സിൽ ഫസ്റ്റ് ആണെന്ന് അച്ഛൻ പറഞ്ഞു. മിടുക്കി. കബീർക്ക? ആ, ഓൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ. അമ്മ എവിടെ? അമ്മ അകത്തുണ്ട്. കബീർക്ക് ഇരിക്ക്, ഞാൻ അമ്മയെ വിളിക്കാം. അമ്മേ, അമ്മേ, ഇത് കബീർക്ക, വിനയേട്ടന്റെ അടുത്തുനിന്ന് വരികയാ. അവനെന്താ ഇങ്ങോട്ടൊന്നും വിളിക്കാത്തത്? മനുഷ്യനിവിടെ ആദ്യം പിടിച്ചു കഴിയ. ജോലി തിരക്ക് തന്നെ, വേറെന്താ? അവന് അസുഖമൊന്നുമില്ലല്ലോ. ഏയ്, ഒരസുഖവും ഇല്ല. അല്ല, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അതെങ്ങനെയാ? പ്രഷറും ഷുഗറും ആളെയും കൊണ്ടല്ലേ പോകൂ. ഞാൻ ചായ ഇടാം. ഇപ്പൊ ഒന്നും വേണ്ട, അതൊക്കെ പിന്നീട് ഒരിക്കലാകും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ആദ്യമായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോകുകയെ. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ ഇടാം. ശരിക്കും എന്താ സംഭവിച്ചത്? 2ാം നിലയിന്ന് വീണതാ. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടോ. എന്റെ ഈശ്വര! അമ്മയെ അറിയിച്ചിട്ടില്ലെന്ന് വിനയം പറഞ്ഞു. അതെ കബീർക്ക, ഞാൻ ഓരോന്നും പറഞ്ഞു പിടിച്ചു നിൽക്കുക. ഫോൺ വന്നാൽ പോലും കൊടുക്കാറില്ല. വിനയേട്ടൻ പറഞ്ഞതാ അമ്മയോട് കള്ളം പറയാൻ കഴിയില്ല. പ്രഷറും ഷുഗറും ഒക്കെയുള്ള ആളല്ലേ. വേണ്ട വേണ്ട, അത് തന്നെയാ നന്നായത്. ഇനി അവിടെ നിൽക്കുന്നില്ലെന്നാ മൂപ്പര് പറയുന്നത്. മതി, ഗൾഫ് മതി. അത് തന്നെയാ നല്ലത്. പിന്നൊരു സന്തോഷ വാർത്തയുണ്ട്. അടുത്ത ആഴ്ച വിനയ ആശുപത്രി. എന്തു പറ്റി എന്റെ മോന്? ചെറിയൊരു അപകടം. എന്റെ ഈശ്വര, അവനെ കാത്തോളണേ.
ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ബേജാറാവണ്ട. അമ്മ വിഷമിക്കേണ്ട, ദൈവം നമ്മളെ കാത്തു. എന്താ അവന് പറ്റിയത്? ഒന്ന് വീണതാ. അമ്മ ഓരോന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞില്ല അമ്മേ, വിനയേട്ടൻ ഉടനെ വരുന്നുണ്ടത്രേ. അതെയോ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. മോളെവിടെ? മോളെ, ഇങ്ങി അടുത്തു വാടൂ. അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. മോളെ, വിനയൻ എന്താ സംഭവിച്ചത്? ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു അപകടം. കാര്യമായ പരിക്കെന്തെങ്കിലും ഉണ്ടായിരുന്നു. 2 മാസമായി ആശുപത്രിയിൽ. എല്ലാം മാറി. എന്നിട്ടും നീ എല്ലാം വിനയേട്ടൻ പറഞ്ഞതുകൊണ്ട്. കളിച്ചും ചിരിച്ചും നടക്കുമ്പോഴും തീയായിരുന്നല്ലേ മനസ്സിൽ. ആരും കാണാതെ രാത്രി കിടക്കപ്പായി കരഞ്ഞു തീർക്കുമായിരുന്നല്ലോ. മോളെ, ഞാൻ നിന്നെ സാരമില്ലമ്മേ. മോളെ, ഇങ്ങനെ ഒരു മരുവോളെ കിട്ടിയത് തന്നെ പുണ്യം.